തിരുവനന്തപുരം കാട്ടാക്കടയിൽ എക്സൈസ് സംഘത്തിനു നേരെ ആക്രമണത്തിൽ പ്രിവന്റീവ് ഓഫീസർ വിപിന് പരിക്കേറ്റു. രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതികളെ പിടികൂടാനെത്തിയപ്പോഴായിരുന്നു സംഭവം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, സ്കൂൾ കോളേജ് ഇവയൊക്കെ കേന്ദ്രീകരിച്ച് MDMA ഉൾപ്പെടെയുള്ള ലഹരികൾ വിതരണം ചെയ്യുന്ന ചില സംഘത്തെക്കുറിച്ച് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്നാണ് കാട്ടാക്കട അഞ്ചുതെങ്ങുമൂട് ഭാഗത്ത് എക്സൈസ് പരിശോധന നടത്തുന്നത്. അവിടെ നിന്നാണ് ഈ മൂവർ സംഘം പിടിയിലാകുന്നത്. പക്ഷേ പ്രതികളെ അവിടെ നിന്ന് എക്സൈസ് സംഘം പിടികൂടുന്നതിനിടയിലാണ് എക്സൈസ് സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടുകയായിരുന്നു. അങ്ങനെ നക്രംചിറ ഭാഗം എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടാക്കട ആ ഭാഗത്തെത്തി അവിടെ വെച്ച് എക്സൈസ് സംഘം ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ പ്രിവന്റീവ് ഓഫീസറായിട്ടുള്ള വിപിന് ഈ കത്തി കൊണ്ട് പരിക്കേറ്റിട്ടുണ്ട്. കത്തി കൊണ്ടായിരുന്നു ഈ ആക്രമണം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടോടിയ പ്രതികളെ എക്സൈസ് സംഘം പിടികൂടിയുണ്ടായി. 3 പ്രതികളെയാണ് പിടികൂടിയത്. അത് കോട്ടൂർ സ്വദേശിയായിട്ടുള്ള അച്ചു, പൂവച്ചാൽ സ്വദേശികളായിട്ടുള്ള മഹേഷ് എന്നിവരാണ്. പൂവച്ചാൽ സ്വദേശിയായിട്ടുള്ള മഹേഷ്, ദിനീഷ് എന്നിവരെയാണ് ഈ എക്സൈസ് സംഘം പിടികൂടിയത്. എന്തായാലും 100 ഗ്രാം കഞ്ചാവും 6 സിറഞ്ചുകളും ഈ എക്സൈസ് സംഘത്തെ ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തി ഉൾപ്പെടെയാണ് ഇവരിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. എക്സൈസ് സംഘത്തെ ആക്രമിച്ചത് ഉൾപ്പെടെ പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നിലവിൽ ഇവർക്കൊപ്പം ഇവർ വലിയൊരു മാഫിയ സംഘത്തിലെ അംഗങ്ങളാണെന്ന് ഉൾപ്പെടെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. സേതു. ശരി അഞ്ജു.